തേവലക്കര സ്കൂളിലെ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിന്റെ ആ ഒരു ഞെട്ടലിലും സങ്കടത്തിലുമാണ് നമ്മള്. പക്ഷെ ഈ സമയത്തും ചോദിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. സംഭവം നടന്ന് കുറച്ച് മണിക്കൂറിനുള്ളിൽ മന്ത്രി ജെ ചിഞ്ചുറാണി നടത്തിയ പ്രസ്താവനയാണ് ഇപ്പൊ വിവാദമായിരിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് അധ്യാപകരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ കയറരുതെന്ന് സഹപാഠികൾ പറഞ്ഞിട്ട് പോലും അവൻ അതിനകത്ത് വലിച്ചു കയറി എന്നുള്ളതാണ് നമുക്ക് അറിയുവാൻ. അതായത് സ്കൂളിന് തൊട്ടടുത്ത് അപകടകരമായ രീതിയിൽ വൈദ്യുതി ലൈൻ താഴ്ന്നു കിടക്കുന്നതോ അത് മാറ്റാത്ത സ്കൂൾ അധികൃതരോ KSE അധികൃതരോ ആരുമല്ല കുറ്റക്കാര്. ആ ക്രാവ് ചെരുപ്പെടുക്കാൻ വേണ്ടിയിട്ട് ആ ഷെഡിന്റെ മുകളിൽ കയറിയതാണ് ഏറ്റവും വലിയ കുറ്റെന്നാണ് മന്ത്രിയുടെ കണ്ടുപിടുത്തം. എന്നിട്ട് ഇപ്പൊ മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞത് ഈ കൊച്ചു മോളിൽ കയറി എന്നല്ല, പിള്ളേർ മോളിൽ കയറും. ഇപ്പോഴത്തെ കുട്ടി മാത്രമല്ല, നമ്മളൊക്കെ മോളിൽ കയറിയിട്ടുള്ള കുട്ടികളാണ്. ഒരു ചെരുപ്പ് പോയാൽ മോളിൽ കയറി എടുക്കും. ഇപ്പൊ കൊച്ചിന്റെ കുഴപ്പമാണെന്നാണ് ഇപ്പൊ പുതിയ കണ്ടുപിടുത്തം. ഈ കണ്ടുപിടുത്തം മാത്രമല്ല കേട്ടോ, ഈ കണ്ടുപിടുത്തത്തിന് ശേഷം മന്ത്രിയുടെ വ്യത്യസ്തമായ നൃത്തച്ചുവടുകളും ഉണ്ടായിരുന്നു. സ്വന്തം ജില്ലയിൽ ഇങ്ങനെ ഒരു ദാരുണമായിട്ടുള്ള സംഭവം നടന്നിട്ട് വിവാദമായ പ്രസ്താവന നടത്തിയതും പോരാഞ്ഞിട്ട് ചിരിച്ച് കളിച്ച് ആസ്വദിച്ച് സൂംബ ഡാൻസ് ചെയ്യുന്ന മന്ത്രി ജെ ചിഞ്ചുറാണി. അല്ല, അതുകൊണ്ടാണ് നമ്മൾ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഒരു ട്യൂണിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടാകും. അത് ആരെങ്കിലും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാരിത് എവിടെ പോയി എന്ന് ആലോചിക്കായിരുന്നു. ഈ കാര്യത്തിൽ മന്ത്രി ചിഞ്ചുറാണിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് ഇവിടെ അർഹത ഉള്ളൂ കേട്ടോ, അത് നമ്മുടെ ശശീന്ദ്ര മിനിസ്റ്റർക്കാണ്. അല്ല, മൂപ്പർക്കാവുമ്പോ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. മറന്നുപോയാ കുറച്ച് നാൾ മുന്നേ വയനാട്ടിൽ ഒരു കടുവ സ്ത്രീനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ദിവസം കോഴിക്കോട് ഫാഷൻ ഷോയിൽ പോയിട്ട് പാട്ടുപാടി ചിൽ ചെയ്ത ശശീന്ദ്രൻ സാറിനെ നിങ്ങൾക്ക് ആർക്കും ഓർമ്മയില്ല ഗൈസ്? ചുപ്പ് ചുപ്പ് ചലനമേ ക്യാ രാഗ് ഹൈ ക്യോം ചുപ്പ് നാ സകേ പരമാത്മാ. മന്ത്രിമാരോടൊന്നും തോന്നല്ലേ, നമ്മുടെ മന്ത്രിസഭ മൊത്തം കലാകാരന്മാരാ. അതുകൊണ്ടാ അവിടെ കടുവാക്രമണം, ഇവിടെ പാട്ട്, ഇവിടെ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം, ഇവിടെ ഡാൻസ്. നമ്മുടെ മന്ത്രിമാർക്ക് നമ്മളോടൊക്കെ എന്തൊരു കരുതലാണല്ലേ. ഒരു കടുവ വയനാട്ടിൽ ഒരു സ്ത്രീയെ കടിച്ചു വന്ന ദിവസമാണ് വനം വകുപ്പ് മന്ത്രി പോയിട്ട് കോഴിക്കോട് അവിടെ പാട്ട്. ഇവിടെ ഇന്നലെ ആ കുട്ടി മരിച്ച ദിവസം ആ കുട്ടിയെ കുറ്റപ്പെടുത്തിയിട്ട് വൈകുന്നേരം പോയി സൂംബ ഡാൻസ് നടത്തുകയാണ്. ഇവർക്കൊന്നും മനസാക്ഷിയില്ലെന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഇല്ല, മനസാക്ഷി ഇല്ല. ഞങ്ങളുടെ കോംറേഡ്സ് മനുഷ്യനാവണം പാട്ടുപാടി നടക്കുകയുള്ളൂ, അത് പ്രവൃത്തിയിൽ വരുത്താൻ പറ്റില്ല. ഇവർക്കൊന്നും മനസാക്ഷിയില്ലെന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഇതിപ്പോ ഇനി പൊക്കി വെച്ചാലും ആ കുട്ടി കയറില്ല എന്നുള്ളത് ഞാൻ അതിന് കുറ്റം പറയലല്ല, അബദ്ധം വന്നതാണ്. അതുമല്ല, ആ ഷെഡ് ഉണ്ടാക്കി ആ ഷെഡ് അടച്ചു വെച്ചതിന് പൊളിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഒരാൾ പറഞ്ഞതോ വിവാദമായി, എന്നാ പിന്നെ ബാക്കിയുള്ളവരെങ്കിലും ജാഗ്രത പുലർത്തണ്ടേ. അപ്പതേ അടുത്തത് കഷ്ടം തന്നെ മുതലാളി, കഷ്ടം തന്നെ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അവൻ ചെരുപ്പെടുക്കുന്നതിന് വേണ്ടി പിന്നെ ഈ ഷെഡിന്റെ മുകളിൽ കയറിയത് അതൊന്നും ഒരു കുറ്റമായിട്ട് കാണാൻ വേണ്ടി കഴിയില്ല. അതൊക്കെ കുട്ടികളുടെ സാധാരണഗതിയിൽ കളിക്കുന്ന അവസരത്തിൽ പന്തെടുക്കാനും പിന്നെ അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ ചെയ്യാറുണ്ട്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവാ? ആ കുഞ്ഞ് അതിന്റെ മുകളിൽ കയറിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചെന്നല്ലേ നമ്മുടെ മന്ത്രിമാരൊക്കെ പറഞ്ഞത്. അപ്പൊ ആ ക്യാപ്സ്യൂളൊക്കെ വേസ്റ്റ് ആയി പോയി. കയറിയില്ലായിരുന്നുവെങ്കിൽ അപകടം ഉണ്ടായില്ല എന്ന് പറയുന്നതിനൊന്നും ന്യായമില്ലല്ലോ. കയറിയാലും അപകടം ഉണ്ടാവാത്ത രൂപത്തിൽ നിയമപരമായ കാര്യങ്ങൾ ക്രമീകരിക്കുക എന്നുള്ള കാര്യമാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. കാരണം മകനെ കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. ഓ മൈ ഗോഡ്, പ്രതിപക്ഷം പറഞ്ഞു തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞിരിക്കണു. ഇനി തിരുത്തി പറഞ്ഞില്ലെങ്കിൽ പണിയാണ് കേട്ടോ മിനിസ്റ്റർ. അതെ, ശരിയാണ്. അങ്ങനെ പറയരുതായിരുന്നു. പക്ഷെ കുഞ്ഞതിൻ്റെ മേളിൽ കയറി എന്നുള്ളത് സത്യമാണ്. അങ്ങനെ കയറി എന്നുള്ളത് പറഞ്ഞാൽ ഒരു വാക്കങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ എന്തെങ്കിലും പറയുമ്പോ വായിൽ നിന്ന് അബദ്ധം വീഴുന്നതൊക്കെ. പക്ഷെ അത് കഴിഞ്ഞ് ആർത്തുല്ലസിച്ചത് അതേ വിവാദ പരാമർശം വേറൊരു മന്ത്രി ആവർത്തിക്കണത് ഒന്നും അങ്ങോട്ട് ശരിയാവണില്ലല്ലോ ദാസ. പേടിച്ചിട്ടാ, പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. ഇനിയിപ്പോ ഈ ദുരന്തത്തിന്റെ കാര്യത്തിൽ സ്കൂളുകാർക്ക് എന്തെങ്കിലും പറയാനുണ്ടാവോ? നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ഇത് വൈദ്യുതി ലൈൻ മാറ്റാൻ, മിനിറ്റ്സിലടക്കം. ഞാൻ പ്രസിഡന്റാണ്. ഇതിന് അനുമതിയില്ല എന്നുള്ളതാണ് ഇപ്പൊ പഞ്ചായത്ത് പറയുന്നത്. ഈ ഫിറ്റ്നസ് ചെയ്തില്ല, അതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചിട്ടില്ല. എന്ത് ചോദിച്ചാലും ഇല്ല. ഇത്രയും ദാരുണമായിട്ടുള്ള സംഭവം നടന്നിട്ടും പരസ്പരം പഴിചാരിക്കൊണ്ടിരിക്കുകയാണ് സ്കൂൾ അധികൃതരും KSEBയും. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു അലംഭാവം കാണിക്കരുത്. ഒരു സ്കൂളും ഒരധികൃതരും. കുഞ്ഞുങ്ങളുടെ കാര്യമാണ്, മനുഷ്യജീവനാണ്. ഒരിക്കലും ഒരു വേദന സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മുറിവ് മാറില്ല. ഇനി ഒരിക്കലും ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകാതിരിക്കട്ടെ.